ഹലോ നമസ്കാരം. സന്തോഷ് 13ാം കേരള സംസ്ഥാന മുഖ്യമന്ത്രിയായി UDFിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ അധികാരത്തിൽ. ഏപ്രിൽ 9-ാം തീയതി 16ാം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മത്സരഫലം മെയ് 4-ാം തീയതി അറിയുകയും 102 സീറ്റ് നേടിയ UDFിൻ്റെ ക്യാപ്റ്റൻ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ്റെ നേതൃത്വത്തിൽ വൻ വിജയം നേടുകയും 11 ദിവസം ഹൈക്കമാൻഡിൽ ചർച്ച നടത്തുകയും VDS KC RC പക്ഷങ്ങളുടെ MLA-മാരുടെ മന്ത്രിമാരുടെ മുഖ്യമന്ത്രിമാരുടെ ആവശ്യങ്ങൾ ഹൈക്കമാൻഡിൽ നിന്നും 11 ദിവസങ്ങൾക്ക് ശേഷം കേരള മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള അനുമതിയിൽ തെരഞ്ഞെടുപ്പിനെ നയിച്ച പ്രതിപക്ഷ നേതാവായ VD സതീശനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കുകയും മെയ് 18-ാം തീയതി നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ 21 മന്ത്രിമാരും കേരള ചരിത്രത്തിൽ രണ്ടാമതായി കരുണാകരൻ 1982-ൽ എല്ലാ മന്ത്രിമാരും ഒന്നിച്ച് സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ചപ്പോൾ 44 വർഷങ്ങൾക്ക് ശേഷം ചരിത്രത്തിൽ ഇടം നേടി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ തെലങ്കാന, ഹിമാചൽ പ്രദേശ്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM സംസ്ഥാന സെക്രട്ടറി, BJPയുടെ സംസ്ഥാന അധ്യക്ഷനും MLA-യുമായ രാജീവ് ചന്ദ്രശേഖറും ചടങ്ങിൽ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും. കേരള സംസ്ഥാനത്തിൽ പുതുമുഖങ്ങൾ 14 മന്ത്രിമാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെ. കോൺഗ്രസിൽ നിന്നും 14 മന്ത്രിമാർ, 12 മന്ത്രിമാരും മുസ്ലിം ലീഗിൽ നിന്ന് 5 മന്ത്രിമാരും മറ്റ് ഘടകകക്ഷികളിൽ നിന്നായി 4 മന്ത്രിമാരും. മുഖ്യമന്ത്രിയായ VD സതീശൻ ധനകാര്യം, തുറമുഖം, പൊതുഭരണം, നിയമം വകുപ്പുകൾ, രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം, വിജിലൻസ്, K മുരളീധരൻ കരുണാകരൻ്റെ മകൻ ആരോഗ്യവകുപ്പും ദേവസ്വവും, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് റവന്യൂ വകുപ്പും, PC വിഷ്ണുനാഥിന് ടൂറിസവും സാംസ്കാരികവും, M ലിജുവിന് എക്സൈസും സഹകരണവും, AP അനിൽകുമാർ, T സിദ്ദീഖ്, റോജി M ജോൺ, OJ ജനീഷ്, T സിദ്ദീഖ്, ബിന്ദു കൃഷ്ണ, K തുളസി, പാലക്കാട് MP ശ്രീകണ്ഠൻ്റെ ഭാര്യ. മുസ്ലിം ലീഗിൽ നിന്നും N ഷംസുദ്ദീനും PK കുഞ്ഞാലിക്കുട്ടിയും V അബ്ദുൾ ഗഫൂറും KM ഷാജിയും. ടേം വ്യവസ്ഥയിൽ മന്ത്രിമാർ 2.5 വർഷത്തിനു ശേഷം കോഴിക്കോട്ടെ MLA-ആയ പാറക്കൽ അബ്ദുള്ള മന്ത്രിയാകും. മറ്റു ഘടകകക്ഷികളിൽ നിന്നും CP ജോണും ഷിബു ബേബി ജോണും മോൻസ് ജോസഫും അനൂപ് ജേക്കബും മന്ത്രിമാർ. ചീഫ് വിപ്പ് സ്ഥാനവും കേരള കോൺഗ്രസിൽ നിന്നും. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ VD സതീശൻ ആശാ വർക്കർമാർക്ക് നൽകിയ വാഗ്ദാനവും കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
KSRTCയിൽ വനിതകൾക്ക് സൗജന്യ യാത്ര ജൂൺ 15 മുതൽ. ആശാ വർക്കർമാരുടെ ഓണറേറിയം 3000 രൂപ വർദ്ധിപ്പിച്ച് 9000 രൂപയിൽ നിന്നും 12000 രൂപയായി ഉയർത്തുകയും അംഗൻവാടികളിലെയും പ്രീ പ്രൈമറി അധ്യാപകരുടെയും വേതനം വർദ്ധിപ്പിച്ചു. അറുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള സീനിയർ സിറ്റിസൺസിന് പുതിയ വകുപ്പ് ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി. 2023 മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് നടന്ന പോലീസ് ഗൺമാന്മാരുടെ ആക്രമണങ്ങളെ കോടതി വിമർശിക്കുകയും അന്വേഷണം ആവശ്യപ്പെടുകയും പുതിയ സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കും.